നമസ്കാരം, ഡി ഫോക്കസിലേക്ക് സ്വാഗതം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ ഹർത്താലിന്റെ മറവിൽ വനം വകുപ്പ് ഓഫീസുകൾ കത്തിച്ച കേസുകൾ പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശ. വനം വകുപ്പിനാണ് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയത്. അക്രമവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തവർ പ്രതികളല്ലെന്നുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 2013 നവംബർ 15 നടന്ന ഹർത്താലിന്റെ മറവിൽ വനംവകുപ്പ് ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ അക്രമമാണ് നടന്നിരുന്നത്. കോഴിക്കോടും താമരശ്ശേരിയിലും കുറ്റ്യാടിയിലുമായി നിരവധി വാഹനങ്ങൾ കത്തിച്ചു. താമരശ്ശേരി റേഞ്ച് ഓഫീസിനും ക്വാർട്ടേഴ്സിനും തീവെച്ചു. നിരവധി രേഖകൾ കത്തിനശിച്ചു. 2 കോടി രൂപയുടെ നാശനഷ്ടമാണ് താമരശ്ശേരിയിൽ മാത്രമുണ്ടായത്. കോടഞ്ചേരി, തൊട്ടിൽപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലെ വനസംരക്ഷണ ഓഫീസുകൾക്ക് നേരെയും അക്രമമുണ്ടായി. കണ്ണൂർ കൊട്ടിയൂരിലുണ്ടായ അക്രമത്തിൽ 68 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. താമരശ്ശേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് 11 പേരെ പ്രതി ചേർത്തിരുന്നു. ലോക്കൽ പോലീസിനു പുറമെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ഇവർ നിരപരാധികളാണെന്നുള്ള റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തത്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചു വരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് വിവാദമായിരുന്നു. കേസിൽ പോലീസ് പ്രതി ചേർത്ത 11 പേർ നിരപരാധികളാണോ എന്ന് കണ്ടെത്താനായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഓഫീസ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ചെമ്പുകട വികാരി ഫാദർ സജിയുടെ പേരുണ്ടായിരുന്നെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നില്ല. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യവുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് കേസുകൾ മുഴുവൻ പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാനാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷന്റെ തീരുമാനം. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. ഈ വിഷയം ഇന്ന് ഡി ഫോക്കസ് വിശദമായി പരിശോധിക്കുന്നു. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നേതാവ് കെ ജയകുമാർ, കോൺഗ്രസ് നേതാവ് ആദം മുൽസി, തിരുവമ്പാടി മുൻ MLA ജോർജ് എം തോമസ്, അഡ്വക്കേറ്റ് DB ബിനു എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ജയകുമാറിലേക്ക്. ശ്രീ ജയകുമാർ, സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു കേസാണിത്. സർക്കാർ വാഹനങ്ങൾ കത്തിക്കുന്നു, ഫോറസ്റ്റ് ഓഫീസുകൾ കത്തിക്കുന്നു, ഗുരുതരമായ അക്രമങ്ങൾ നടത്തുന്നു. ഇത്ര നിസ്സാരമായി പിൻവലിക്കാൻ കഴിയുന്ന ഒരു കേസാണോ വാസ്തവത്തിൽ ഇത്? വളരെ ആശങ്കയോടെയാണ് ഈ വാർത്ത ശ്രവിച്ചത്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട 2013 നടന്ന വനം വകുപ്പിൻ്റെ ഓഫീസുകൾ ഉൾപ്പെടെ വളരെ ആസൂത്രിതമായി നടന്ന ഒരു ആക്രമണം. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുകളാണ് പിൻവലിച്ചതായിട്ട് ഇപ്പോൾ അറിയുന്നത്. അന്ന് 2013 കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായിട്ട് കേരളത്തിൽ വ്യാപകമായ തോതിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വളരെ ബോധപൂർവം ചില കേന്ദ്രങ്ങൾ നടത്തുകയും അതിൻ്റെയെല്ലാം അനന്തരഫലമായിട്ട് ജനങ്ങൾ പ്രകോപിതരാവുകയും തുടർന്നാണ് വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വനം വകുപ്പിൻ്റെ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും വനം വകുപ്പ് ഓഫീസ് കത്തിച്ചു. അതുപോലെ സർക്കാർ വാഹനങ്ങൾ, ജീപ്പുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കത്തിച്ചു. നിരവധി ജീരകപ്പാറ കേസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാനപ്പെട്ട കേസ് ഫയലുകൾ അന്ന് കത്തിക്കുകയുണ്ടായി. വളരെ ആസൂത്രിതമായി നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 11 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ആ 11 പേർ നിരപരാധികളാണ് എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു അപേക്ഷ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ 11 പേർ നിരപരാധികളാണോ എന്ന് പരിശോധിച്ചത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്ര ഒരു ആക്രമണം ഉണ്ടായി, അതിൽ കേസിൽപ്പെട്ടവർ 11 പേർ നിരപരാധികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികൾ ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരാരാണ് എന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇപ്പോൾ ഈ കേസ് പിൻവലിക്കുമ്പോൾ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടിയന്തരമായി ഗവൺമെൻറ് ഇതിൽ ചെയ്യേണ്ടത്, ഒന്നിൽ 11 പേർ നിരപരാധികളാണ് എന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുനരന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതോടൊപ്പം ആസൂത്രിതമായി നടന്നൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കോറി മാഫിയ ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതിന് സഹായകരമായ രീതിയിൽ മത രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പലരും സഹായകരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ശക്തികളെയെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ഒരു നടപടി തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒന്നുകിൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട്, യഥാർത്ഥ പ്രതികളല്ല ലോക്കൽ പോലീസ് കണ്ടെത്തിയെങ്കിൽ
ഗുരുതരമായ പാളിച്ച ലോക്കൽ പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മറിച്ച് മറ്റൊരു തലത്തിൽ ഇവിടെ ഞാൻ മനസ്സിലാക്കിയതോളം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ 11 പേരുടെയും മൊബൈൽ ടവർ ആ മകസർ സമയത്ത് അല്ലെങ്കിൽ FIR-ൽ സമയം രേഖപ്പെടുത്തിയ സമയത്ത് താമരശ്ശേരിയിലല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2 സാധ്യതകളാണ് ഇതിലേക്ക് വരവിലുള്ളത്. ഒന്നില്ലെങ്കിൽ ആ ലോക്കൽ പോലീസിൻ്റെ ആ FIR-ൽ സമയം രേഖപ്പെടുത്തിയതിൽ ബോധപൂർവമായ തെറ്റ് വരുത്തിയിട്ടുണ്ട്. അതല്ല എങ്കിൽ യഥാർത്ഥ പ്രതികളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ ജയകുമാർ, ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസ് നേതാവ് ആദം ഉൽസി കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീ ആദം ഉൽസി, വളരെ ശക്തമായ ഒരു കേസ്, സംസ്ഥാന സർക്കാരിനെതിരായി തന്നെ നടന്നൊരു പ്രക്ഷോഭം, മാത്രമല്ല പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട ഒരക്രമ സംഭവം. അതിൽ 11 പ്രതികളെ ലോക്കൽ പോലീസ് പിടികൂടി. അവർ കുറ്റക്കാരല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നു. സർക്കാർ ഉടൻ തന്നെ ആ കേസ് തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആ പിടികൂടിയ ആളുകൾ യഥാർത്ഥ പ്രതികളല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഇല്ലേ? അല്ലാതെ ഒരു കേസ് അങ്ങ് അവസാനിപ്പിക്കുകയാണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? തീർച്ചയായും ഇത്തരമൊരു ഗൗരവമായ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ ഇവിടെ കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ കർഷക സമരം, കുടിയേറ്റക്കാരുടെ വിഷയം, അവിടെയുള്ള നാട്ടുകാരുടെ വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർഷകരുടെ സമരത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ ആ ഭാഗത്തു നിന്നുണ്ടാകുകയുണ്ടായി. അന്ന് തന്നെ ഫലപ്രദമായി ലോക്കൽ പോലീസും മറ്റുമൊക്കെ ഇതിൻ്റെ അന്വേഷണവും നടപടികളുമായും ഒക്കെ മുന്നോട്ട് പോയപ്പോൾ അന്നു മുതൽ അവിടെ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നിരവധിയായ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഒരു വലിയ മാസ് മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ മുതലെടുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം സംഘങ്ങൾ കടന്നു വരുന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായും നിരപരാധികളായ ആളുകൾ വേട്ടയാടപ്പെടുകയും യഥാർത്ഥ കുറ്റക്കാരായിട്ടുള്ള സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം, ആ അഴിഞ്ഞാട്ടമാണ് അന്ന് ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായത്. തീർച്ചയായും ഇവിടെ കേരളത്തിൽ നിരപരാധികളായ ആളുകൾ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ ചില അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമപരമായ നടപടികൾ ബഹുമാനപ്പെട്ട കോടതികളടക്കമുള്ള. ശ്രീ ആദം ഉൽസി, താങ്കൾ സൂചിപ്പിച്ചു ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ സമരത്തിന്റെ ഭാഗമായി ഈ ജനകീയ സമരത്തിൽ നുഴഞ്ഞു കയറി അവരാണ് അക്രമം ഉണ്ടാക്കിയതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ സൂചന. അങ്ങനെയെങ്കിൽ ആ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്നതിന് പകരം ഈ കേസ് തന്നെ അവസാനിപ്പിക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ പിൻവലിക്കപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 10-32 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കപ്പെട്ടിരുന്നു. തീർച്ചയായും അതിനകത്ത് ഏതെല്ലാം കേസുകളാണ് പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മുഴുവൻ കേസുകൾ പിൻവലിക്കുക എന്നുള്ളതല്ല, നിരപരാധികളായ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്തരത്തിലുള്ള ഒരു വലിയ സമരമുണ്ടായപ്പോൾ ആ സമരത്തിലൊന്നും ഭാഗവാക്കാകാതെ അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒക്കെ തന്നെ അന്ന് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാകുകയും അവരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നിരപരാധികൾ പോലും റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതങ്ങനെയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സമരങ്ങളും സമരമുറകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ ഒരു സംഭവമായിരുന്നു ഈ സംഭവം. തീർച്ചയായും പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, ഇത്തരത്തിലുള്ള സംഘടനകൾ, നമ്മുടെ പോലീസ് സംവിധാനം ഒക്കെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ആദം ഉൽസി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു ചേരുന്നു. അഡ്വക്കേറ്റ് DB ബിനു, നേരത്തെ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന പ്രക്ഷോഭങ്ങളുടെ മറവിൽ വളരെ വ്യാപകമായ ആക്രമണങ്ങൾ ആണ് മലയോര മേഖലകളിൽ ഉണ്ടായത്. താമരശ്ശേരിയിലും കണ്ണൂരിലുമൊക്കെ തന്നെ ഫോറസ്റ്റ് ഓഫീസുകൾ കത്തിക്കുന്നതിലും പോലീസ് വാഹനങ്ങൾ തകർക്കുന്നതിലും കാര്യങ്ങളെത്തി. ഈ കേസുകളാണ് ഇപ്പോൾ പിൻവലിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് വനം വകുപ്പിനോട് ശുപാർശ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സമീപകാലത്ത് സംസ്ഥാനത്ത് പല കേസുകളും പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനുള്ള ഒരു അധികാരം അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം നിയമം അനുശാസിക്കുന്നതും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും നിരവധി വിധിന്യായങ്ങളും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സമീപകാലത്ത് അത് 2 സർക്കാരുകളും
ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്ത് 2000-ഓളം കേസുകളാണ് പിൻവലിച്ചത്. അത് കണ്ണൂരിൽ നിന്നും മാത്രം 395 കേസുകൾ പിൻവലിച്ചു എന്നാണ് ആഭ്യന്തര വകുപ്പ് അന്ന് മറുപടി നൽകിയത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2019 1244 കേസുകളാണ് പിൻവലിച്ചിട്ടുള്ളത്. അതിൽ 447 കേസുകൾക്ക് പിൻവലിക്കാനുള്ള ശുപാർശ നൽകിക്കഴിഞ്ഞു സർക്കാർ. അതിലൊരു കേസാണിത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണോ സർക്കാരിൻ്റെ ലക്ഷ്യം? ഇനി അവർ കുറ്റവാളികളാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വളരെ വിശദമായ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി അന്തിമമായി ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ നടപടിക്രമങ്ങളിലൂടെയാണ് നിരപരാധിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ അതിന് പകരം സ്റ്റേറ്റ് തന്നെ ഇടപെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ പിൻവലിക്കുന്ന നടപടി നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി എത്രയോ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ, R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള കേസിൽ സുപ്രീം കോടതിയിൽ അതിനെതിരെ സമീപിക്കുകയും ആ കേസിൽ സുപ്രീം കോടതി ഇത് കേസ് പിൻവലിച്ച നടപടി റദ്ദാക്കിയതാണ്. അപ്പോൾ ഇത് കോടതികളുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പൊതു താല്പര്യമില്ലാതെ ഇത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കാൻ പാടില്ല. മാത്രമല്ല ഇവിടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ചെയ്ത ഒരു സംഭവം ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസുകളിൽ പിൻവലിക്കാൻ പാടില്ല എന്ന് 2013 കേരള ഹൈക്കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പിൻവലിക്കാനുള്ളൊരു അപേക്ഷ പ്രോസിക്യൂട്ടർ കീഴ്ക്കോടതിയിൽ കൊടുത്തപ്പോൾ അദ്ദേഹം തള്ളി. ആ നടപടി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ പിൻവലിക്കാനുള്ള നടപടി തെറ്റാണ് എന്ന തീരുമാനം തന്നെ എടുക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. ഇത്രയും പ്രധാനപ്പെട്ട കോടതികളുടെ വിധികൾ മുന്നിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായി, പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാട് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഭരണഘടനാപരമായ അനൗചിത്യം മാത്രമല്ല, നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ശ്രീ DB വിനു, ഞാൻ തിരിച്ചു വരാം. ഡി ഫോക്കസിൽ ഒരു ചെറിയ ഇടവേള. ഡി ഫോക്കസ് തുടരുന്നു. ശ്രീ ജയകുമാർ, ആഭ്യന്തര വകുപ്പ് ഈ കേസുകൾ പിൻവലിക്കാൻ വനം വകുപ്പിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു. വനം വകുപ്പിൻ്റെ സ്വത്തുവകകൾ, ഓഫീസുകൾ, വാഹനങ്ങൾ നശിപ്പിച്ചതിൽ വനം വകുപ്പിനും ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായും. മാത്രമല്ല, ഭൂമി കയ്യേറ്റം, വനം കയ്യേറ്റം തുടങ്ങിയ സുപ്രധാനമായ പല കേസുകളിലെയും ഫയലുകൾ കൂടി നശിപ്പിച്ച ഒരു കേസാണ്. ഈ ശുപാർശ അതേപടി അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അപ്രകാരം തീരുമാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വനം വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 2,02,70,00,000 രൂപയുടെ സർക്കാർ നഷ്ടം താമരശ്ശേരി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പോലീസ് തയ്യാറാക്കിയ FIRൽ 77 ലക്ഷമായി ചുരുങ്ങിയിട്ടുണ്ട്. തുകയുടെ വലിപ്പ ചെറുപ്പമല്ല. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കേസിൽ ആ കേസ് ഇത്തരം വ്യാപകമായ തോതിലൊരു ആക്രമണം ഉണ്ടായിട്ട് അതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം ആ കാലഘട്ടത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി കേരളത്തിൽ വ്യാപകമായി ഉണ്ടായി. വളരെ ആസൂത്രിതമായ പ്രചരണം. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിലെ വൈകാരികമായി ഇളക്കി വിട്ട് നടത്തിയ ഒരു ആക്രമണമാണ്. ഇത്തരം ആക്രമണത്തിന് വിധേയരാകുന്ന ജീവനക്കാർ, കേരളത്തിലെ വനം വകുപ്പിലെ സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് പീഡിപ്പിക്കപ്പെട്ടത്. വനം വകുപ്പും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായിട്ട് തന്നെ ബന്ധമില്ല. ഇത് നടപ്പിലാക്കേണ്ട ഘടകമോ അല്ലെങ്കിൽ വകുപ്പോ അല്ല വനം വകുപ്പ്. വനം സംരക്ഷിക്കുന്ന കേരളത്തിലെ കാട്ടിൽ ജോലി ചെയ്യുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ അവർ ഇത്തരമൊരു ആക്രമണത്തിന് വിധേയരായിട്ട് ആ കേസ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവനക്കാരുടെ മനോവീര്യത്തെ ബാധിക്കും. ഞാൻ തിരിച്ചു വരാം. ജയകുമാർ, ആദം മുൽസി, ജീവനക്കാരുടെ മനോവീര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയം ഇതിലുണ്ട്. അതുമാത്രമല്ല, പൊതുസമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൂടി സർക്കാർ നൽകുന്നുണ്ട്. കാര്യം, സംഘടിതമായി ആക്രമണം നടത്തുന്നു, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം വരുമ്പോൾ സർക്കാർ ഈ കേസുകളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു, ആ കേസുകൾ തന്നെ പിൻവലിക്കുന്നു. അത് വളരെ മോശമായ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്? ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ 11 പ്രതികൾ കുറ്റക്കാരല്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ്. അതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് പകരം ആ കേസ് അവസാനിപ്പിച്ച് തടിയൂരാൻ സർക്കാർ എന്തിനാണ് ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നത്? അല്ല, ഒരിക്കലും വനംവകുപ്പ് ജീവനക്കാരുടെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അതൊരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനിത് മനസ്സിലാക്കുന്നത് നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ബിനു സൂചിപ്പിച്ചതുപോലെ ഒരു പൊതു താല്പര്യം എന്നുള്ള നിലക്ക് നിരപരാധികളായ ചില ആളുകൾ
ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയും അവരൊന്നും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ സമര മുന്നണിയുടെ നേതാക്കന്മാരുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം അട്രോസിറ്റീസ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊതുജനം എന്ന മറവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സമരത്തിൻ്റെ മറവിൽ ഒരിക്കലും കർഷകർക്കോ അതല്ലെങ്കിൽ മറ്റോ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം പൊതു താല്പര്യം എന്നത് ഒരു കേസ് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. സർക്കാരിന് പൊതു മുതൽ കാര്യമായി നശിപ്പിച്ച, സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തി വെച്ച ഒരു കേസ് അത് അവസാനിപ്പിക്കുകയല്ല പൊതു താല്പര്യം പ്രകാരം ചെയ്യേണ്ടത്. ആ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. ആ പൊതു താല്പര്യമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിരവധി കേസുകളുണ്ട്. ആ കേസുകളിൽ ഏതെല്ലാം കേസുകളാണ് സർക്കാർ ഇത്തരത്തിലുള്ള ശുപാർശ, വനംവകുപ്പാണ് യഥാർത്ഥത്തിൽ ഈ കേസിലെ പരാതിക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെല്ലാം കേസുകളാണ് ഇത്തരത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ ഈ കർഷക സമരത്തിൻ്റെ പേരിൽ അതിന് നേതൃത്വം നൽകി എന്ന ഒറ്റ കാരണത്താൽ നിരവധിയായ ആളുകൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടു, അവർ റിമാൻഡിൽ അകപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നിരവധി ആളുകൾ സംഭവത്തിന് ദൃക്സാക്ഷികളായ അവിടെ പരിസരവാസികളായ ആളുകളൊക്കെ തന്നെ ഇങ്ങനെയുണ്ടായ ഒരു വലിയ സംഭവത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഒരു പൊതു താല്പര്യം എന്നുള്ള ഒരു ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ ചില അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെന്റുകൾ ഇത്തരത്തിൽ ഇടപെടാറുള്ളത്. അത് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു, നിരപരാധികൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അവരെ രക്ഷിക്കുക എന്ന ഒരു പൊതു താല്പര്യം, അത്തരമൊരു വിശാല മനസ്കതയുടെ പിൻബലത്തിൽ മാത്രമാണോ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കാനുള്ള സാധ്യത? ഒരു കാരണവശാലും അങ്ങനെ ആകാൻ സാധ്യതയില്ല. കാരണം ഈ പൊതു താല്പര്യം എന്നുള്ളത് കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ പരിശോധിക്കാനുള്ള അധികാരം കോടതിക്കാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സംവിധാനമൊന്നും വേണ്ടല്ലോ. ഈ സർക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ച പോരെ, ഇതിന് ഈ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കണം, ഇയാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് ഈ സർക്കാർ തന്നെ തീരുമാനിച്ച്, പ്രോസിക്യൂട്ടർ തന്നെ തീരുമാനിച്ച പോരെ, എന്തിന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം? കോടതിയിൽ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ നടത്തി അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ പോകുന്ന ഒരു നിയമവാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ആ നിയമവാഴ്ചയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വേണം ഇത്തരത്തിൽ, ഇത് ഒരു കേസ് മാത്രമല്ല, ആയിരക്കണക്കിന് കേസുകളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല മുൻ സർക്കാരും, ഇനി ഈ സർക്കാർ എടുത്ത കേസുകളാണ് ഇനി LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതെല്ലാം പിൻവലിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇവരിപ്പോൾ ചെയ്യുന്ന ഒരു വളരെ മോശമായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പോലീസുകാരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും എല്ലാ കേസുകളെല്ലാം പിൻവലിക്കാൻ അന്ന് ഈ പറയുന്ന പൊതു താല്പര്യം, ആ പൊതു താല്പര്യം വെച്ചുകൊണ്ട് LDF സർക്കാർ തീരുമാനിച്ചാൽ ഇതിനെതിരെ എങ്ങനെയായിരിക്കും ഈ UDFന്റെ പ്രവർത്തകർ പ്രതികരിക്കുക? റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു, തിരുവമ്പാടി മുൻ MLA ജോർജൻ തോമസ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ജോർജൻ തോമസ്, കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിനിടയിൽ താമരശ്ശേരിയിൽ വനംവകുപ്പ് ഓഫീസുകൾക്കെതിരെയും പോലീസ് വാഹനങ്ങൾക്കെതിരെയും നടന്ന ആക്രമണത്തിൽ 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക കണക്ക്. ഇത്രയും ഗുരുതരമായ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ പിൻവലിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് വനം വകുപ്പിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആഭ്യന്തര വകുപ്പ് വനംവകുപ്പിനോട് ശുപാർശ ചെയ്തുകൊണ്ട് കേസ് പിൻവലിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരമൊരു നിർദ്ദേശം അവർ സമർപ്പിച്ചതായി ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അറിവില്ല. 1. 2, ഇത്തരം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ വരുത്തി വെച്ച ഒരു പ്രശ്നമാണ്. ജനങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലായ സമയത്ത് അവർ ഏറ്റവും വൈകാരികമായി തീവ്രമായി പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കേസുകളെല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് ഉത്തരവാദി, ഈ പ്രശ്നത്തിലേക്ക് അവരെ വലിച്ചഴിച്ചത് തിരുവമ്പാടിയിലെ സിറ്റിംഗ് MLA മോയിൻകുട്ടിയും കൊടുവള്ളി MLA ശ്രീ ഉമ്മർ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ശ്രീ ജോർജൻ തോമസ്, സാധാരണക്കാരായ ജനങ്ങളല്ല, ഈ കർഷകരല്ല ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കളും പോലീസിന്റെ പ്രാഥമിക നിഗമനവും അതുതന്നെയായിരുന്നു. പല സാമൂഹ്യദ്രോഹികളും കോറി മാഫിയ, മണൽ മാഫിയ തുടങ്ങിയ താല്പര്യക്കാരെല്ലാം തന്നെ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവരാണ് ഇത്ര ഗുരുതരമായ ആക്രമണങ്ങൾ അവിടെ നടത്തിയതെന്നും നേരത്തെ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിടിക്കപ്പെടണ്ടേ? അല്ല, മാഫിയ അതിന്റെ പിന്നിലുണ്ടെങ്കിൽ പിടിക്കപ്പെടണം, അതിന് ആർക്കും വിരോധമില്ല, തർക്കമില്ല. പക്ഷേ മാഫിയ എന്നെല്ലാം ആളുകൾ സൗകര്യപൂർവ്വം പേരിടുന്നല്ലാണ്ട് ഞങ്ങളെ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു കോറി മാഫിയോ മണൽ മാഫിയോ
ഈ കേസിൽ ബന്ധപ്പെട്ടതായി നമുക്കറിവില്ല. അവരുടെ ചില വാഹനങ്ങൾ അവരുടെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ സമരത്തിന് പങ്കെടുത്ത ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കോറി മാഫിയാണ്, പ്രഷർ മാഫിയാണ്, അല്ലെങ്കിൽ മണൽ മാഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാഫിയ എന്ന പൊതുവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. യഥാർത്ഥ ജനങ്ങൾ നിലനിൽപ്പ് അപകടത്തിലായി, സർക്കാരിന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ജനങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലായപ്പോൾ അവർ ഏറ്റവും തീവ്രമായി വൈകാരികമായി പ്രതികരിച്ചു എന്നതാണ് ഈ കേസിന്റെ പ്രത്യേകത. ശ്രീ ജോർജൻ തോമസ്, പ്രതികരണത്തിന് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് നിയമപരമായ ചില വ്യവസ്ഥകളില്ലേ? ആ നിയമപരമായ രീതിയിലല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും? അല്ല, പ്രതികരണം ഉണ്ടാവുന്നത് ആ സംഭവത്തിന്റെ വൈകാരിക തീവ്രതയെ ആസ്പദമാക്കിയിട്ടാണ്. പ്രതികരണത്തിന്റെ സ്വഭാവം, അതിന്റെ രീതിയെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഇതുപോലെ അപകടകരമായ സ്ഥിതി വരുമ്പോൾ പരമ്പരാഗതമായ ധർണ, വിക്കറ്റിങ് അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം, അതുകൊണ്ട് ജനങ്ങൾ ഒതുങ്ങുമെന്ന് ഒരാൾ തിരിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രശ്നത്തിലുള്ള ഉള്ളടക്കം, അതിന്റെ തീവ്രത, അതിനനുസരിച്ച് ജനങ്ങൾ പ്രതികരിച്ചു എന്നതാണ് പ്രത്യേകത. ആഭ്യന്തര വകുപ്പിന്റെ ഈ നീക്കം താങ്കൾ സ്വാഗതം ചെയ്യുകയാണോ? കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ പാർട്ടി അവിടെ കഴിഞ്ഞ 15 ദിവസമായി തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമരം ഇനിയും അവസാനിച്ചിട്ടില്ല. ആ സമരത്തിന്റെ ഒരു റിയാക്ഷൻ എന്ന നിലയിലായിരിക്കും പിൻവലിക്കാൻ അവർ തീരുമാനം എടുത്തിട്ടുണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അത്തരം പ്രശ്നത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. കേസ് പിൻവലിക്കണം എന്നല്ലാതെ ഈ കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് താങ്കളുടെ വാദം. അതുകൊണ്ട് തന്നെ ആ കേസ് പിൻവലിക്കണമെന്നാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ അപരാധികൾ, ഈ അക്രമം നടത്തിയ ആളുകൾ പിടിക്കപ്പെടുകയും അവർ നിയമത്തിന് മുന്നിൽ വരികയും വേണ്ടേ? അതുകൂടി നിങ്ങൾ ആവശ്യപ്പെടണ്ടേ? അതെ, യഥാർത്ഥ അപരാധി ഞാൻ പറഞ്ഞല്ലോ. ഇതിന് നേതൃത്വം കൊടുത്ത ജനങ്ങളെ അങ്ങോട്ട് സമരകേന്ദ്രത്തിലേക്ക് ആഹ്വാനം ചെയ്ത് അയച്ച തിരുവമ്പാടിയുടെ സിറ്റിംഗ് MLA മോയിൻകുട്ടിയും കൊടുവള്ളി MLA ഉമ്മർ മാഷ് ഉൾപ്പെടെ അവരുടെ ചില വൈതാളികരുമാണ്. പിന്നല്ലാതെ സാധാരണ ജനങ്ങൾ ഇതിങ്ങനെ വളരെ തീവ്രമായി ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കടന്ന് വിചാരിച്ചിട്ടൊന്നും പുറപ്പെട്ടവരല്ല. അവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അവരത് നിരത്തിലിറങ്ങി പ്രകടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. വളരെ നന്ദി ശ്രീ ജോർജ് എം തോമസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഡിഫോക്കസിൽ ഒരിടവേള കൂടി. ഡിഫോക്കസ് തുടരുന്നു. ആദമുൽസിയിലേക്ക്. ശ്രീ ആദമുൽസി, കേരളത്തിൽ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ സമരം, പകൽ വെളിച്ചത്തിൽ നടന്ന അക്രമങ്ങൾ, 11 പ്രതികളെ ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടുന്നു. ഈ ഒരു സംഭവത്തിൽ അവസാനം അവർ പ്രതികളല്ല എന്ന് പറഞ്ഞ് ആ കേസ് തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പരാജയം തന്നെയല്ലേ ഇത്? ഇത്രയും വലിയൊരു അക്രമ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? ഇവിടെ ശ്രീ ജോർജ് എം തോമസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു തിരുവമ്പാടിയിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ ആളുകൾ ഇതിനകത്ത് വേട്ടയാടപ്പെട്ടപ്പോൾ തീർച്ചയായും ഈ കേസുകൾ പിൻവലിക്കണമെന്ന ഒരു ജനകീയ ആവശ്യം തിരുവമ്പാടിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നുള്ള സത്യമാണ്. പിന്നെ ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ബിനു ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും കേസ് പിൻവലിക്കുന്നത് സർക്കാരല്ല. സർക്കാർ അത്തരത്തിലുള്ള ശുപാർശകൾ നൽകുന്നു. ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയും കോടതികളൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഇവിടെ അപരാധികളായിട്ടുള്ള ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്ത് കുറ്റമറ്റ രീതിയിൽ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ കൃത്യമായി ഏതെല്ലാം കേസുകളിലാണ് ഈ ശുപാർശ എന്നുള്ളത് നമുക്കിവിടെ ഈ സമയത്ത് പറയാൻ സാധിക്കുന്നില്ല. തീർച്ചയായും അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കേസുകളുടെ ഗ്രാവിറ്റി അനുസരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവിടെ ഒരു പൊതു താല്പര്യമായി ഉയർന്നു വന്ന കാര്യത്തിൽ സർക്കാർ ഇത്തരത്തിലുള്ള ശുപാർശകൾ നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു രാഷ്ട്രീയമായ മാനങ്ങളോ അതല്ലെങ്കിൽ ജീവനക്കാരുടെ മൊറയിൽ ഇല്ലാതാക്കുന്ന ഒരു സമീപനമോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാറില്ല. പലപ്പോഴും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഇത്തരം അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ശുപാർശകൾ ചെയ്യാറുണ്ട്. അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ് ആദമുൽസി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് DB ബിനു, സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ പല പരിഗണനകളിൽ വെച്ച പല സമ്മർദ്ദങ്ങളുടെ പിൻബലത്തിൽ പല രാഷ്ട്രീയ മത സാമുദായിക സംഘടിത ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായി സർക്കാരുകൾ ഇങ്ങനെ കേസുകൾ പിൻവലിക്കുകയും നിരപരാധികളായ ആളുകൾ ഒഴിവാക്കപ്പെടുന്നതെങ്കിൽ നല്ലത്. ആ കൂട്ടത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരും നിയമത്തിന് പുറത്താകുന്നത് നമ്മെപ്പോലെ കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന്
ചേരുന്ന നമ്മുടെ നീതിന്യായ നിയമവ്യവസ്ഥയ്ക്ക് ചേരുന്ന പ്രവൃത്തിയാണോ? ഇത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ വികസിത സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ആന്ധ്രയിൽ തന്നെ അവിടെ ജഗ്മോഹൻ എന്ന രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിൻ്റെ 30 അനുയായികൾക്കെതിരെ BSNL ഓഫീസ് തകർത്തു, ജലസേചന പദ്ധതികൾ ഇടിച്ചു നിരപ്പാക്കി, റവന്യൂ ഓഫീസ് ആക്രമിച്ചു ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തതാണ്. അപ്പോൾ ഇത് DGP അങ്ങനെ ചെയ്യരുത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് സർക്കാർ ആ തീരുമാനമെടുത്തത്. അതിപ്പോൾ കോടതിയുടെ മുൻപിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നു. P. ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില കക്ഷികളുടെ കേസുകൾ അദ്ദേഹം പിൻവലിക്കാൻ മുൻകൈയെടുത്തത് അന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ കേരളത്തിൽ ഇരുമുന്നണികളും ഇതിൽ എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ കാലത്തുള്ള പല കേസുകളും പിൻവലിക്കുന്നു. ഇതിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇവിടെ അദ്ദേഹം ജോർജ് തോമസ് സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ സർക്കാർ ശുപാർശ ചെയ്തുകൊണ്ട് മാത്രം കേസ് പിൻവലിക്കാൻ കഴിയില്ല. നിയമം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അത് അനുവദിക്കുന്നില്ല. പക്ഷേ സർക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പൊതുതാൽപര്യം ഉണ്ടാവണമെന്ന നിയമം അല്ലെങ്കിൽ കോടതി വിധികൾ നിഷ്കർഷിക്കുന്നുണ്ട്. ഇവിടെ കോടതികളുടെ അനുമതിയോടെ മാത്രമേ പ്രോസിക്യൂഷൻ പിൻവലിക്കാൻ കഴിയൂ. ഞാൻ തിരിച്ചു വരാം. ജയകുമാറിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടിയിരിക്കുന്നു. ശ്രീ ജയകുമാർ, സർക്കാർ ഇത് പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും വനംവകുപ്പ് അതിന് അംഗീകാരം നൽകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഏതാണ്ട് ഈ കേസുകൾ പിൻവലിക്കണമെന്ന അഭിപ്രായക്കാരാണ്. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന സംഘടന എന്ന നിലയിൽ നിങ്ങൾ ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? നിയമപരമായി ഇതിനെ നേരിടാനാണോ ഉദ്ദേശിക്കുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കട്ടെ. അതിലൊന്ന്, നിരപരാധികളായ ആളുകൾ അവരെ ശിക്ഷിക്കണമെന്നൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചോളം ഇല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. 2, സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം കേസുകൾ പിൻവലിക്കുന്ന സംഭവങ്ങൾ ആദ്യമായിട്ടില്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യാപകമായ തോതിൽ പൊതുമുതൽ നശിപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കേസിൻ്റെ ഗൗരവം കൂടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ MLA സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ നിലനിൽപ്പൊന്നും അപകടത്തിലില്ലായിരുന്നു. ജനങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന രീതിയിൽ വ്യാപകമായ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നടത്തി. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ആക്രമണം. വളരെ നന്ദി ശ്രീ ജയകുമാർ. ഒപ്പം ആദം മുൽസി, അഡ്വക്കേറ്റ് DB ബിനു, ജോർജ് തോമസ്, മുൻ MLA ജോർജ് തോമസ്. ഡീപ് ഫോക്കസ് അവസാനിക്കുന്നു. നമസ്കാരം.